റിപ്പോർട്ടർ ചാനൽ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മസ്ജിദുകൾ പൊളിക്കുന്നു. RSSന്റെ തലവൻ മോഹൻ ഭഗവത് ഒടുവിൽ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അയോധ്യയിൽ ബാബർ മസ്ജിദ് പൊളിച്ചപ്പോഴാണ് ആ നടുക്കുന്ന സത്യം മോഹൻ ഭഗവത് തിരിച്ചറിഞ്ഞത്. ഇന്ത്യയിൽ എവിടെയെല്ലാം മുസ്ലിം മസ്ജിദുകളുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം പുണ്യമായ സ്ഥലമാണെന്നുള്ള സത്യം RSSന്റെ തല തൊട്ടപ്പൻ മോഹൻ ഭഗവത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ സകല RSS പ്രവർത്തകരോടും മോഹൻ ഭഗവത് ഉച്ചത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അല്ലയോ RSSകാരെ, നിങ്ങൾ ഈ ഗണഗീതം പാടിക്കൊണ്ടും ചാണകം തിന്നും കൊണ്ടും കാക്കി ട്രൗസർ ഇട്ടുകൊണ്ട് പദസഞ്ചലനം നടത്തിയതുകൊണ്ടും ഒരു പ്രയോജനമില്ല. നിങ്ങളങ്ങ് പോകുക. മുസ്ലിം പള്ളികൾ എവിടെയുണ്ടോ അവിടെ പോയി പ്രാർത്ഥിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ നിങ്ങൾ ആദ്യം പോകേണ്ട സ്ഥലങ്ങൾ കാശിയിലും വാരാണസിയിലും പോകുക. വാരാണസിയിലെ ഗ്യാൻവാപി മസ്ജിദിന് മുന്നിലും കാശിയിലെ ഈദ്ഗാഹ് മസ്ജിദിന് മുന്നിലും ചെന്ന് അലമുറയിട്ട് കരയുക. അപ്പോൾ നിങ്ങൾക്കവിടെ ദൈവത്തിൻ്റെ ദർശനം കിട്ടുന്നതായിരിക്കും. ഇന്ത്യയിലെ സകല അമ്പലങ്ങളും പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ എവിടെ മുസ്ലിം പള്ളികളുണ്ടോ അവിടെ പോയി നിങ്ങൾ അമ്പലം കെട്ടുക. അവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദർശനം കിട്ടുകയുള്ളൂ എന്നുള്ള സത്യം മോഹൻ ഭഗവത് സകല RSSകാരോടും ഉറക്കെ പറയുന്നു. ഇന്ത്യയിലെ സകല RSS നാറുകളെയും കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന മോഹൻ ഭഗവത് എന്ന അതികായൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അയോധ്യ മാതൃക വാരണാസിയിലും കാശിയിലും പിന്തുടരുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് RSS. വാരണാസിയിലെ ഗ്യാൻവാപിയും മധുരയിലെ ഈദ്ഗാഹും ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണെന്ന വിവാദ പരാമർശവുമായി RSS മേധാവി മോഹൻ ഭഗവത്. ഇതിനായുള്ള പോരാട്ടങ്ങൾക്ക് പ്രവർത്തകർക്ക് ഇറങ്ങാവുന്നതാണെന്നും മോഹൻ ഭഗവതിന്റെ ആഹ്വാനമുണ്ട്. പിയാ സുനിലാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പിയാ സുനിൽ, അയോധ്യ കൊണ്ട് അവസാനിക്കുന്നില്ല. നേരത്തെ പറഞ്ഞു അബി ബാക്കി ഹേ, കാശിയിലും മധുരയിലും കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു ആയിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇടയ്ക്കും ഒപ്പം തന്നെ മറ്റിടങ്ങളിലും സമാനമായി മധുരയിലും ബാക്കിയുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അയോധ്യ മാതൃക പിന്തുടരാൻ തീരുമാനിക്കുകയാണോ RSS വീണ്ടും? പിയാ സുനിൽ, ഗുഡ് മോർണിംഗ്. അരുൺ, തീർച്ചയായും RSSന്റെ 100ാം വാർഷികത്തിൽ, RSS രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തിൽ ഇപ്പോൾ അയോധ്യയ്ക്ക് ശേഷം കാശിയിലും മധുരയിലും അയോധ്യയ്ക്ക് സമാനമായ നീക്കത്തിലേക്ക് പോകും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് RSS മേധാവി മോഹൻ ഭാഗവത് നൽകിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.